ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് പ്രകടനവും പൊതുയോഗവും നടത്തി. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ബിജെപി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യുവജന പ്രതിഷേധം. നഗരം ചുറ്റിയുള്ള പ്രകടനത്തിന് ശേഷം കോട്ടച്ചേരിയിലെ ജനസിരാകേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വല്ലാത്ത നിലയിൽ ആക്രമിക്കപ്പെടുകയാണ്. RSSന്റെയും സംഘപരിവാറിന്റെയും ഹിന്ദുത്വ രാഷ്ട്രമെന്ന അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും നിരന്തരമായി ആക്രമിക്കുന്നതിനു വേണ്ടി RSSും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ തയ്യാറാകുകയാണ്. 2024 700ഓളം കേസുകളാണ് രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പല സംസ്ഥാനങ്ങളിലും ഈ RSSന്റെയും മറ്റു സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളത്. അതിന് തുടർച്ചയായി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ നാടിനകത്ത് സമാധാനത്തിൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെ വ്യാജമായ കുറ്റം ആരോപിച്ചുകൊണ്ട് രാജ്യത്തെ തുറങ്കിലടക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിയുടെ ഭരണകൂടം തയ്യാറായിട്ടുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ മല്ലത്ത് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ BP അമ്പിളി, ഹരിത നാലപ്പാടം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.